കിഫ്ബിയാണ് തന്റെ പ്രധാന പ്രചാരണായുധമെന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്. റോഡ് ഷോയോടെ മണ്ഡലത്തിൽ ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. വിജയം ഉറപ്പാണെന്നും ഡോക്ടർ തോമസ് ഐസക് പ്രതികരിച്ചു. പത്തനംതിട്ട ഏനാത്ത് LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന് വമ്പിച്ച സ്വീകരണമാണ് ഇടതുമുന്നണി പ്രവർത്തകർ നൽകിയത്. പഴയ പത്തനംതിട്ടയല്ല ഇപ്പോഴത്തെ പത്തനംതിട്ട. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇടത് ജനപ്രതിനിധികളാണ്. വിജയം ഉറപ്പ്. ഡോക്ടർ തോമസ് ഐസക് പ്രതികരിച്ചു. ഒരു സംശയം വേണ്ട, ഭൂരിപക്ഷം സീറ്റുകളും LDF വിജയിക്കും. പത്തനംതിട്ടയിൽ LDF വിജയിക്കും. പഴയ പത്തനംതിട്ടയല്ല. 7 MLA-മാരും LDF-ന്റേതാണ്. എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷവും LDF-നോടൊപ്പമാണ്. പിന്നെ എന്തിനാ ലോക്സഭ മാറി നിൽക്കുന്നത്? UDF-ഉം NDA-യും കിഫ്ബി വിഷയം ഇടതുമുന്നണിക്കെതിരെ പ്രധാന പ്രചരണ വിഷയമാക്കാൻ പോകുമ്പോൾ കിഫ്ബിയുടെ ഗുണം പറഞ്ഞ് വോട്ട് നേടാമെന്ന വിശ്വാസത്തിലാണ് ഡോക്ടർ തോമസ് ഐസക്. ഇപ്പൊ കിഫ്ബിയോട് ചീത്ത പറഞ്ഞ നടപ്പുണ്ടല്ലോ. ഈ 8,000 കോടി രൂപയുണ്ടെന്ന് ഈ മണ്ഡലത്തിൽ കിഫ്ബിയുടേത്. ഓരോ റോഡിന്റെയും ഓരോ കെട്ടിടത്തിന്റെയും ഓരോ പാലത്തിനടുത്തും കിഫ്ബി ബോർഡുണ്ടാവും. രാഹുൽ ഗാന്ധി ഇഫക്ട്, ശബരിമല യുവതി പ്രവേശന വിഷയം എന്നിവ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് വെല്ലുവിളിയായെങ്കിൽ ഇത്തവണ അത്തരം പ്രതിബന്ധങ്ങൾ ഇല്ല എന്നതും ഇടതുമുന്നണിക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഒപ്പം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ വിജയിച്ച ആത്മവിശ്വാസവും LDF-നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.